രാസ്തയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് രാസ്ത കാണാൻ അവസരമൊരുക്കിയ തിയേറ്ററിനെ കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. എറണാകുളത്ത് വനിതാ വിനീത തിയേറ്ററിലാണ് ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് 4 മണിക്കത്തെ ഷോയ്ക്ക് 3:55 കയറാൻ ചെന്നപ്പോൾ കൗണ്ടറിൽ ചെന്നൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 3 ടിക്കറ്റാണ് വിറ്റുപോയിട്ടുള്ളത്. ആ 3 ടിക്കറ്റും ബുക്ക് മൈ ഷോയിലാണ് പോയിരിക്കുന്നത്. ആ ഓൺലൈൻകാർ 3 പേര് വന്നിട്ടുണ്ട്, പക്ഷേ വേറെ ടിക്കറ്റൊന്നും പോയിട്ടില്ല. അപ്പോൾ ഷോ നടത്തണോ വേണ്ടിയോ എന്ന് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ വളരെ കുറച്ച് ആളുകളുമായിട്ട് അവർ ഷോ നടത്തി. അങ്ങനെ എനിക്ക് ഈ സിനിമ കാണാൻ പറ്റി. പക്ഷേ സിനിമ അത്ര അഭിനന്ദനാർഹമായ ഒരു സിനിമയായിട്ടല്ല എനിക്ക് അനുഭവപ്പെട്ട്. സിനിമയുടെ തുടക്കത്തിൽ ആദ്യത്തെ കുറേ രംഗങ്ങളിലൂടെ അവർ നമ്മളെ 2 റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിലെ ചായ അടിപൊളിയാണ്, മറ്റൊരു റെസ്റ്റോറൻറ്റിലെ മസാല ദോശ അടിപൊളിയാണ്. എന്നിട്ട് റെസ്റ്റോറൻറ്റൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു പ്രണയ ഗാനത്തിലേക്കൊക്കെ സിനിമ പോകുന്നുണ്ട്. ഒരു പ്രണയ ഗാനം എങ്ങനെ ഒരു അസൂയ ഗാനമായി മാറും അല്ലെങ്കിൽ ഒരു കുശുമ്പ് ഗാനമായി മാറും എന്നുള്ളത് നമുക്ക് സിനിമയിൽ അറിയാൻ പറ്റും. പിന്നെയും സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊന്ന് മരുഭൂമി പോയി പെട്ടുകൂടെ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. കാര്യം നമ്മൾ അതാണല്ലോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അവർ ട്രെയിലറിലൂടെയും പോസ്റ്ററിലൂടെയൊക്കെ നമ്മളെ കാണിക്കുന്നതാണ്. അവസാനം അവർ മരുഭൂമിയിൽ പെട്ട് കഴിയുമ്പോൾ ആ സീക്വൻസുകൾ കാണുമ്പോൾ നമുക്കൊരു ഉദ്വേഗം തോന്നാത്ത ഒരവസ്ഥ ഉണ്ടാവും. പിന്നെ ഉന്തിത്തള്ളി ക്ലൈമാക്സിലേക്ക് എത്തുന്നുണ്ട്. അവസാനം രക്ഷപ്പെടലിന് ശേഷം ഒരു മെസ്സേജ് പറച്ചിലൂടെയുണ്ട്. എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ ബേസ് കഥയുണ്ടല്ലോ, അതായത് ഇത് എവിടെ നടക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ആരൊക്കെയാണ് ഇതിൽ പെട്ടുപോകുന്നത്, അവരുടെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു വ്യക്തത ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാതെ, ഒട്ടും കൺവിൻസിങ് അല്ലാതെ വല്ലാണ്ട് മുഴച്ച് നിൽക്കുന്നത് പോലെയാണ് കഥാസന്ദർഭങ്ങൾ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൽ ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ UAE എവിടെയെങ്കിലുമാണ് കഥ നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രവാസിയുടെ ബുദ്ധിമുട്ടുകൾ, പ്രവാസിയുടെ പ്രാരാബ്ദങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എപ്പിസോഡുകൾ സിനിമയിൽ അവിടെ ഇവിടെയായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഇത് നമ്മൾ ഒരുപാട് കണ്ടു. ഇത് പറയുമ്പോൾ ചിലർക്ക് വിഷമാവാൻ സാധ്യതയുണ്ട്. കമൻറ്റ് ബോക്സിൽ കാണുമായിരിക്കും പ്രവാസിയുടെ പ്രാരാബ്ദത്തെക്കുറിച്ച് പറയാം, നീ ആരാണ്, എന്താണ്, എന്ത് അവകാശം എന്നൊക്കെ ചോദിച്ച്. സിനിമകളിൽ അത് കാണിക്കുന്ന രീതി, പ്രത്യേകിച്ച് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന രീതിയാണ് പറയുന്നത്. സിനിമ എങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, നമ്മളെ യാതൊരു തരത്തിലും ഇമോഷണലി കണക്ട് ചെയ്യുന്നില്ല. അതിനിടയിലാണ് ഇത്തരം രംഗങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അതുപോലെ നമ്മുടെ നായിക കഥാപാത്രം അങ്ങോട്ടേക്ക് എത്തപ്പെടുന്നതും അതിൻ്റെ പിന്നിലെ കഥയൊക്കെ പറയുമ്പോൾ അവർ വല്ലാതെ ഇമോഷണലായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരുടെ പെർഫോമൻസും ഭേദപ്പെട്ടതായിരുന്നു. പക്ഷേ കഥയൊന്നും ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടും ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ അവർ മ്യൂസിക്കായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും എല്ലാം കൊണ്ടും എനിക്കത് വളരെ വീക്കായിട്ടാണ് തോന്നിയത്. പിന്നെ വളരെ ബിലോ ആവറേജ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത വിഷ്വൽസാണ് സിനിമയുടെ ഒരു ശോഭ കെടുത്തുന്ന കാര്യം. കാരണം ഈ കാറിനകത്തുള്ള വിഷ്വൽസും അതുപോലെ പല വിഷ്വൽസും കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഒരല്പം കൂടി നീങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ കഥാപാത്രങ്ങളുടെ വായിൽ പല്ലെണ്ണാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അത്രയും ക്ലോസൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് ഓരോ ആൾക്കാരുടെയും ഫേസൊക്കെ കാണിക്കുന്നത്. ചിലത് ഇവർ വലിയൊരു വൈഡായിട്ടുള്ളൊരു സംഭവം ഷൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ക്രോപ്പ് ചെയ്തെടുത്ത് വെച്ചതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ നായകനോട് പ്രണയമുള്ളൊരു കഥാപാത്രമുണ്ട്. പുള്ളിക്കാരി ടെറസിൽ നിന്ന് താഴേക്ക് നോക്കുന്നൊരു വിഷ്വൽ കാണിക്കുമ്പോൾ ഭയങ്കര നോയ്സ്. അതേപോലെ ഇവർ കാറിനകത്തിരിക്കുന്ന ചില ഫുട്ടേജും ചിലതൊക്കെ ഫോണിൽ ഷൂട്ട് ചെയ്താണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന പോലെ. ഇനി അഥവാ ഇവർ തിയേറ്ററിൽ കുറച്ച് സൂം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ലാരിറ്റിയൊക്കെ നഷ്ടപ്പെട്ടതായിരിക്കും എന്ന് വിചാരിക്കാൻ പോലും പറ്റാത്ത അത്രയും ക്ലാരിറ്റി ലോസ് എനിക്ക് ചില സ്ഥലങ്ങളിൽ ഫീൽ ചെയ്തു. പിന്നെ ഇവർ മരുഭൂമിയിൽ പെട്ടതിന് ശേഷമുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെയും ഈ മണൽക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ലോജിക്കൽ ഡൗട്ട്സ് എനിക്കുണ്ട്. ഞാൻ ഈ മണൽക്കാറ്റിനെ കുറിച്ച് അങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ പോലും ഇത് കാണുമ്പം ഇവരുടെ ഡ്രസ്സ് പറക്കുന്നത്, ഇവർ മണൽക്കാറ്റ് വരുമ്പോൾ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് എണീറ്റ് നിൽക്കുന്നത്, അതൊക്കെ അങ്ങനെ തന്നെയാണോ വേണ്ടത്, അല്ലെങ്കിൽ അറിയില്ല കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊട്ടും സാറ്റിസ്ഫൈങ് അല്ലായിരുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പിന്നെ പെർഫോമൻസുകൾ എനിക്ക് ഖേദമുണ്ട്. കാരണം വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഈ സിനിമയിലുണ്ട്. പിന്നെ പല സിനിമകളിലൂടെ അവരൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് അതിനകത്ത് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഇതിൽ സർജാനു ഖാലിദ് മാത്രം എണീറ്റ് നടന്നു വരുന്നുണ്ട്. ഈ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന പുള്ളി മാത്രമുള്ള കുറച്ച് ഷോട്ട്സ് ഉണ്ട്. അവിടെ എവിടെയൊക്കെയോ എനിക്ക് ആ മരുഭൂമി ഫീൽ ചെയ്യിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ചൂട് ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത്രയും കഷ്ടപ്പെടുകയാണെന്നുള്ളത് നമുക്കത് ഫീൽ ചെയ്യണ്ടേ, നമ്മൾ ആ കഷ്ടപ്പാടിനോടൊപ്പം പോകണ്ടേ. മിനിമം ആടുജീവിതമൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. അതും പോട്ടെ, നമ്മുടെ മുൻപ് എത്രയോ സംവിധായകന്മാർ മരുഭൂമിയിലെ കഥകൾ പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് സംവിധായകൻ്റെ പ്രകടനവും എനിക്ക് മോശമായിട്ടാണ് ഫീൽ ചെയ്തത്, സംവിധായകനായിട്ടും അഭിനേതാവായിട്ടും. അങ്ങനെ എന്നെ സംബന്ധിച്ച് വലിച്ച് ഒരുപാട് നീണ്ടുപോയ ഒരു രാസ്തയായിട്ടാണ് ഈ രാസ്ത ഫീൽ ചെയ്തത്. പക്ഷേ എന്നെപ്പോലെ ഈ സിനിമ ഒരു ഒഴിവാക്കബിൾ സിനിമയായിട്ടായിരിക്കില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.